കുറ്റി എടുത്തിട്ട് തുറക്കട്ടെ. അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. വാവുഞ്ഞ വാവുഞ്ഞ. നമ്മൾ എൻജോയ് എൻജോയ്. ചേച്ചി ചേച്ചിയില്ലേ സീനിയർ കുറയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണുങ്ങൾ സംസാരിക്കരുത്. ചേച്ചി ചേച്ചി എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കും? എല്ലാരും കൂടെ അങ്ങോട്ട് എന്നോട് സംസാരിക്കരുത്. ആണാണ് കുക്കുരു. സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ പരിഹാസം. നോക്ക്, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാരിലും നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയാം കേട്ടാ. ഞങ്ങള് എൻജോയ് ചെയ്യാൻ പോവാ, സ്ത്രീകള് മാത്രം. അയ്യേ, സൂളന്റെ വാക്ക് കേട്ടാണ് നിങ്ങൾ എടുത്തിയാടാ പോണത്. സൂളൻ വെറുതെ വളവളാന്ന് പറയുന്നേ. അല്ല, നിങ്ങൾ ചോറ് വെച്ചിട്ട് പോയി. ഓ, ചോറും കറിയൊക്കെ വെക്കാന്ന് പറഞ്ഞ് വളരെ നിസ്സാരമല്ലേ? നിസ്സാരം. കേറി പോടാ. വണ്ടിയേറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പോരുതാട്ടാ. അവര് ചോറ് വയ്ക്കാതെയാണ് പോയത്. ഞാൻ ഇപ്പൊ പട്ടിണിയുടെ. നിനക്കത് വേണം. പതുക്കെ ഓടിച്ചാ മതി. അല്പം വേഗത്തിൽ തന്നെ പോവാന്ന്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഒരു സിനിമയില് മഞ്ജു വാര്യരും കൂട്ടുകാരികളും കൂടെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് ഞാൻ പാടാം. പാടു ചേച്ചി. ഏത് പാട്ടാണ് ചേച്ചി? ഞാൻ പാടാമേ. ചൂള പഠിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഓ, ചൂള പഠിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? അയ്യോ, നല്ല പാട്ടല്ലേ. ഞാൻ വേറൊരു പാട്ട് പാടട്ടോ മക്കളെ. ഈശ്വര, ഒന്നുമില്ലേ? ഈശ്വര, കഞ്ഞിയും കറിയും വെക്കണ ഈസിയാണെന്ന് പറയണ്ടായിരുന്നു. വയറിനൊരാളല്ലേ ആന്തോളന. കത്തിരിക്കാര് തിന്നെ. പാവം സുഗുണേട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ എങ്ങനെയാവോ? ശാരദ, കരിങ്കാലിയാ അവര്. ചോറും കറിയും വെക്കുന്നത് സിമ്പിൾ ആണെന്നല്ലേ അവര് പറയണത്. അതെ, അല്ല പിന്നെ. നമസ്കാരം. നമസ്കാരം എന്നുവെച്ചാ ഗുഡ് മോർണിംഗ്. അതും ഇതും ശത്രു വീടുകളാണ്. വാസ്തവത്തിൽ ശത്രുവാണെന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക. അങ്ങനെയെങ്കിൽ ലോകം വളരെ മനോഹരമായി തീരും. ചേട്ടനിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? കുറച്ച് ചോറ് തരുവാനിയാ. ചോറ് ബാക്കി വേണ്ട കേട്ടോ. എടുത്തോ. എന്റെ പൊന്നോ, അതെല്ലാം മാറ്റി കേട്ടാ. ഗോയിങ് ഗോയിങ്. നമ്മൾ അത്രയും വലിയ ശത്രുക്കളാണോ? ഹലോ, കണ്ണീര് വീഴ്ത്തി ഞങ്ങൾ അലിയിക്കാൻ നോക്കരുത് കേട്ടോ. എനിക്ക് വിശക്കുന്നു. വലിയ പ്രശ്നമാവും ഇത്. എന്റെ സൂണ, തനിക്ക് ആഹാരം അതിനേക്കാളും വലിയ പ്രശ്നമാവും. പക്ഷെ ഭയങ്കര വിശപ്പ്. ഇന്ന് കാറ് വീട്ടിൽ കൊണ്ടിട്ടിട്ട് നരേന്ദ്ര സാറിനെയും വെല്ലുവിളിക്കണം. അത് വേണം ചേച്ചി. എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു അഹങ്കാരമുണ്ട്. അത് അവസാനിപ്പിക്കണം. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോകാൻ പോവുക. ഞാനും വരാം. ഒന്നിച്ച് നടക്കാം. നടക്കാൻ ഒരാളും കൂടെ ഉള്ളതേ നല്ല രസമാണ്. അയ്യോ, ഇങ്ങനെ ഒരു ടയർ പഞ്ചറാവലോ? അല്ല, ഇനിയിപ്പോ എന്ത്? അല്ല, നമ്മൾ പെണ്ണുങ്ങളല്ലേ, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. നമ്മള് ടയർ അങ്ങ് മാറ്റും. പിന്നെ ഒറ്റ ആണുങ്ങളെ അടുപ്പിക്കരുത്. വളരെ കണ്ണക്കുറ്റി കൊന്നു കൊടുക്കും. അത് കണ്ട
ശാരദേടി ചോറ് കിട്ടിയില്ല. സുഗുണേട്ടൻ ടയർ പഞ്ചറായി പോയി. ശാരദേ വേണ്ട. ഇവിടെ ആണുങ്ങൾ ആരും നിക്കണ്ട. എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് ഓ എങ്ങനെ എവിടെ ഇത് പബ്ലിക് റോഡാണ് ഇരുന്നിരിക്കും കിടന്നിരിക്കും കുക്കുരു നിനക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞോ. വിശപ്പ് കാരണം എനിക്ക് വാക്കുകളൊന്നും പുറത്ത് വരുന്നില്ല. പറയാതിരിക്കുന്നു ചേച്ചി ഒന്നും പറയണ്ട, വാ, 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 നമുക്ക് വീട് മാറ്റാം, വാ. പിന്നെ നമുക്ക് ഈ വീലുണ്ടല്ലോ ഒരു കല്ലോ വെട്ടോത്തിയോ കിട്ടിയെങ്കിൽ നമുക്കിത് വെട്ടി പൊളിക്കായിരുന്നു. നാത്തൂന് എങ്ങനെയാ ടയർ മാറ്റണെന്ന് അറിയാവോ? പിന്നെ പിന്നെ വാ, എനിക്കറിയാം. ദാ ഇവിടെ 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 ഇപ്പൊ ശരിയാക്കി തരാം. വേഗം അയ്യോ ഇതെന്താന്ന് കാണിക്കണേ? ടയർ മാറ്റം പോണല്ലോ. അതെവിടെ ആണുങ്ങൾ വർത്താനം പറയരുത് കേട്ടാ. ഗ്ലാമറു കൈ കൊള്ളല്ലേ. അതെ അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ല എനിക്ക് അറിയാൻ വേണ്ടിട്ടോ നിങ്ങൾ വിചാരം എന്താ? ആണുങ്ങൾക്ക് മാത്രമേ ഇവിടെ എല്ലാം സാധിക്കുള്ളൂ. എന്തിനും ഏതിനും ആണുങ്ങള്. അതെ അതെ. പെണ്ണുങ്ങൾക്ക് എന്താ ഈ നാട്ടിലൊരു സ്ഥാനമില്ലേ? ഒരു ടയർ മാറ്റണമെങ്കിൽ ഉടനെ ആണുങ്ങള്. അയ്യേ. കണ്ടവന്മാരുടെ വർത്താനം പറയാതെ കുഞ്ഞെ. പിന്നെ ഈ ടയർ പഞ്ചറാകുമ്പോഴേ കമ്പ് വെച്ചിങ്ങനെ പൊക്കുമല്ലോ. ആ, ജാക്കി ജാക്കി പോയിട്ടുണ്ട്, പോയി ചേച്ചി. എന്റെ അമ്മോ എനിക്ക് വയ്യേ. ഐശ്ശേ. അയ്യോ. എന്റെ അമ്മോ. ഓ വയ്യോക്കളെ എനിക്ക് വയ്യ. സുഗുണ എന്ത് കേട്ടത്തി? നിനക്ക് വിശക്കുന്നില്ലടാ. ഓ വിശക്കണ്. നീ എനിക്ക് ഈ വണ്ടിയുടെ ടയർ ഒന്ന് മാറ്റി തരുവോ? മാറ്റി തന്ന നമുക്ക് ചോറുണ്ണാം. കുക്കുരു ഇങ്ങോട്ട് വാടാ.